സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷാണ് മേയർ. ഡെപ്യൂട്ടി മേയറായി GS ആശാനാഥും ചുമതലയേറ്റു. കേരളത്തിൽ BJPയുടെ ആദ്യ മേയറാണ് വി രാജേഷ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് BJP പ്രവർത്തകർ ആഘോഷമാക്കി. എന്നാൽ ചടങ്ങ് പൂർത്തിയാകും മുമ്പ് R ശ്രീലേഖ മടങ്ങി. അത് ഒരു കല്ലുകടിയായി BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം മാറി. വി രാജേഷും ആശാനാഥും R ശ്രീലേഖയെ പിന്നീട് വീട്ടിലെത്തിക്കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ചരിത്ര നിമിഷം. കേരളത്തിൽ ലഭിച്ച ആദ്യത്തെ മേയർ പദവിയിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വി രാജേഷ് അധികാരമേറ്റു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 50 വോട്ട് നേടിയാണ് വി രാജേഷ് വിജയിച്ചത്. കണ്ണമ്മൂലയിൽ നിന്നുള്ള സ്വതന്ത്രൻ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തു. പൗണ്ട് കടവ് ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. LDF സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് 17 വോട്ടും ലഭിച്ചു. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി. 51 അംഗങ്ങളുടെ പിന്തുണയോടെ GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മേയറുടെ ആദ്യ പ്രഖ്യാപനം. 101 കൌൺസിലർമാരോടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമ്പോൾ അവരവരുടെ വാർഡുകളിലും കോർപ്പറേഷൻ മുഴുവനായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കണമെന്നുള്ള ഉപദേശം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളെ അയച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെ കൌൺസിൽ ഹാളിൽ നിന്ന് ശ്രീലേഖ തിരികെ പോയി. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നാണ് വിശദീകരണം. വൈകിട്ടോടെ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ GS ആശാനാഥും ശ്രീലേഖയെ വീട്ടിലെത്തിക്കണ്ടു. മേയറെ തിരഞ്ഞെടുത്തതിൽ തർക്കമില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ പേരുണ്ട്, ക്വാളിഫൈഡും പ്രവർത്തിക്കാൻ കഴിവുള്ള എത്രയോ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിൽ നമുക്കറിയാലോ, ഒരു കോർപ്പറേഷനിൽ ഒരു മേയർ മാത്രമല്ലല്ലോ. അതേസമയം കൌൺസിൽ അംഗങ്ങൾ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് CPIM അറിയിച്ചു. ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കെയുണ്ടായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുൻ കൌൺസിലർ ശ്രീകുമാർ മേയർക്ക് പരാതി നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.